നഴ്സ് സമരത്തെ തുടർന്ന് ആശുപത്രികളിൽ വൻ പ്രതിസന്ധി. കോഴിക്കോട്ടെ 15 ആശുപത്രികളെ സമരം ബാധിച്ചു. 4 ആശുപത്രിയിൽ കിടത്തി ചികിത്സ നിർത്തിവെച്ചു. അജി കുഞ്ഞുമോനാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത്. അജി, സമരം ശക്തമാക്കാനാണ് നഴ്സുമാരുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ഒട്ടും പിറകോട്ടില്ല എന്നാണ് രാവിലെയും ഇവർ അറിയിച്ചത് മാധ്യമങ്ങളോട്. ഇപ്പോൾ ഏത് തരത്തിലാണ് ആശുപത്രിയിലെ അവസ്ഥ? പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിൽ നഴ്സുമാരുടെ സമരം ആശുപത്രികളെ ബാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ 15ഓളം ആശുപത്രികളിലെ പൂർണ്ണമായും ഈ സമരം ബാധിച്ചു. 4 ആശുപത്രികളിലെ ചികിത്സകൾ അടക്കം കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലാണ് നഴ്സുമാർ സമരം നടത്തുന്നത്. ഇതിനിടയിലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ രാവിലെ ആശുപത്രി മാനേജ്മെന്റ് അധികൃതർ ഈ നഴ്സുമാരെ മർദ്ദിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ പുറത്തു വന്നിരുന്നു. അവിടെ സമരം ചെയ്യുന്ന നഴ്സുമാർക്ക് നേരെ വലിയ തലത്തിൽ അവർ നടപടിയെടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. ഇന്ന് രാവിലെ 2 പേരെ പുറത്താക്കുകയും ചെയ്തു. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, ഈ സമരം തുടരാൻ തന്നെയല്ലേ നിങ്ങളുടെ തീരുമാനം? അതെ, തുടരാൻ തന്നെ തീരുമാനം. നിങ്ങൾ രാവിലെ മുതൽ ഇരിക്കുകയാണ്. അതെ. ബേബിയിലോട്ട് ഇനി മാർച്ച് നടത്തുകയാണ്. എന്താണ് നിങ്ങൾ UN പറയുന്നത് പോലെ തന്നെ മാർച്ചിനോടുകൂടെ അങ്ങോട്ട് ചെല്ലും. നമുക്ക് മറ്റുള്ള നഴ്സുമാരോട് കൂടെ ചോദിക്കാം, സമരം തുടരാൻ തന്നെയല്ലേ നിങ്ങളുടെ തീരുമാനം? അതെ. 40,000 മിനിമം സാലറി വേണം. അതന്നെ, നമുക്ക് 40,000 തന്നെ, കുറയില്ല കൂടിയില്ല, അതന്നെ അത്ര തന്നെ. ഈ അടിസ്ഥാനമായി 40,000 രൂപ ശമ്പളം വേണമെന്നുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ സമരം നടത്തുന്നത്. അത് മാത്രമല്ല, ഈ സമരത്തിന്റെ ഇടയിൽ രാവിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ സമരം നടത്തിയ 2 ജീവനക്കാർക്കെതിരെ 2 ജീവനക്കാരെ അവർ പുറത്താക്കുന്ന ഒരു സമീപനം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും അവിടെയുള്ള ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ സമരം അതെ, ഞങ്ങളുടെ സമരം തുടരാൻ തന്നെയാണ് നിർത്താറ്. ഈ ബേബിയിലെ 2 പേരെ പുറത്താക്കിയിരുന്നല്ലോ. ബേബിയിലെ 2 പേരെ പുറത്താക്കിയെന്ന് ഞങ്ങൾ ന്യൂസ് കേട്ടിട്ടാണ് അറിഞ്ഞത്. ഞങ്ങളും ഇവിടെ സ്ട്രൈക്കിന് വന്നതായിരുന്നു. ഞങ്ങളിപ്പോൾ ന്യൂസ് കേട്ടിട്ടാണ് 2 പേരെ പുറത്താക്കിയതിനുള്ള ന്യൂസൊക്കെ അറിഞ്ഞത്. എന്ത് തന്നെ ആയാലും ഞങ്ങൾ ഇതിന്ന് സമരത്തെ പിന്മാറാൻ ഒരു ഉദ്ദേശമില്ല. നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം? നമുക്കിപ്പോൾ ബേസിക് സാലറി 20 ആയിട്ടാണ് വരുന്നത്. അതന്നെ ഓരോ ഹോസ്പിറ്റലിനനുസരിച്ചും ചേഞ്ച് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എല്ലാ ഹോസ്പിറ്റലിനും ഒരേ തുല്യ വേതന അല്ല ഉള്ളത്. ചില വലിയ ഹോസ്പിറ്റലിൽ ഉള്ളതിനനുസരിച്ചല്ല ചെറിയ ഹോസ്പിറ്റലിൽ. അപ്പൊ എല്ലാവരും എടുക്കുന്നത് ഒരേ രീതിയിലുള്ള പണികളാണ്. അപ്പൊ എല്ലാവർക്കും തുല്യ രീതിയിലുള്ള വേതനം കിട്ടണം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഞങ്ങൾ ഇന്ന ഹോസ്പിറ്റൽ എന്നില്ല, എല്ലാവർക്കും തുല്യ വേതനം കിട്ടണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് കിട്ടുന്നവരെ ഞങ്ങൾ എന്തായാലും സമരം ചെയ്തുകൊണ്ടിരിക്കും. ഈ തുല്യ വേതനം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവർ സമരം നടത്തുന്നത്. ബേബിയിലെ സ്റ്റാഫാണ്. ആ ബേബിയിലെ സ്റ്റാഫിനോട് തന്നെ നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ കൂട്ടത്തിലുള്ള 2 സഹപ്രവർത്തകരെ രാവിലെ പിരിച്ചുവിട്ടിരുന്നു, നിങ്ങളത് അറിഞ്ഞിരുന്നു? അതെ, ഇപ്പൊ ടെർമിനേഷൻ ലെറ്റർ കിട്ടിയെന്ന് പറയുന്നുണ്ട് 2 സ്റ്റാഫിന് വേണ്ടിയിട്ട്. ഞങ്ങളുടെ കൂടെ സമരത്തിന് ഇറങ്ങിയ 2 സ്റ്റാഫിനാണ് ഇപ്പൊ ടെർമിനേഷൻ കൊടുത്തത്. പക്ഷെ ഞങ്ങൾ അതിനെതിരെ എന്തായാലും പ്രതിഷേധിക്കും. എന്തുകൊണ്ടാണ് അവർ പിരിച്ചുവിടാൻ? നിങ്ങൾ സമരത്തിന് ഇറങ്ങിയതിന്റെ പേരിൽ മാത്രമാണോ നിങ്ങളെ പിരിച്ചുവിടാൻ? സമരത്തിന് ഇറങ്ങിയതിന്റെ പേരിൽ മാത്രമാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. മാനേജ്മെന്റ് അലക്സാണ്ടർ സാറ് ഇന്നിപ്പോ നമ്മളെ UN പ്രസിഡന്റായ മുനീർ ഷൈനയോട് എല്ലാം കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു മോശമായ ഒരു പെരുമാറ്റമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന നഴ്സിംഗ് സ്റ്റാഫിനാണെങ്കിൽ അവരോട് ഇന്ന് രാത്രി ഭക്ഷണമില്ല, അവരോട് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള നോട്ടീസുകളെല്ലാം ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ഇറക്കുന്നുണ്ട്. അപ്പൊ പ്രതിഷേധിക്കാൻ തന്നെയാണ് ഞങ്ങൾ തയ്യാറായിട്ട് നിൽക്കുന്നത്. ഞങ്ങളുടെ കൂടെ UN. പ്രവിധ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒട്ടനവധി നേഴ്സസ് ഇവിടേക്ക് വരുന്നുണ്ട്. UN ഈ മാർച്ച് അല്പസമയത്തിനകം, അതായത് കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുമ്പിൽ നിന്നും ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്താൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഇവർ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമരം ചെയ്യുന്നതിനിടയിലാണ് ഇങ്ങനെ 2 പേരെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത്. 2 നഴ്സുമാരെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു സമീപനം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്, ആശുപത്രിയിലേക്ക് അടിയന്തര ചികിത്സകൾ ഉള്ള സംവിധാനങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ സമരം വലിയ തലത്തിൽ കാര്യമായി തന്നെ കോഴിക്കോടിന്റെ പ്രധാനപ്പെട്ട ആശുപത്രികളെയൊക്കെ ഒന്നടങ്കം തന്നെ ബാധിച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള സമരം തന്നെയാണ് UN നേതൃത്വത്തിലും ഒപ്പം തന്നെ നഴ്സുമാരുടെ നേതൃത്വത്തിലും നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അല്പസമയത്തിനകം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സിവിൽ സ്റ്റേഷന്റെ അവിടെ നിന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് മാർച്ച് നടത്താൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. സമരവുമായി മുന്നോട്ട് പോകാനല്ലേ നിങ്ങൾ? സമരവുമായി മുന്നോട്ട് പോകാനല്ലേ?
അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായിട്ടാണ് നമുക്ക് ഇവരോട് തന്നെ രാവിലെ മുതൽ തന്നെ നിങ്ങൾ ഇരിക്കുന്നുണ്ട് ഇവിടെ വലിയ തരത്തിലുള്ള അജി കുഞ്ഞുമോൻ പ്രതിഷേധമുണ്ട്. അത്തരത്തിൽ വലിയ സമരത്തിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ് നഴ്സുമാരുടെ സംഘടന. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളാണ് അജി കുഞ്ഞുമോൻ നൽകിയത്. 40,000 രൂപ ശമ്പളമായി ലഭിക്കണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായാണ് നഴ്സുമാർ അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.